ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 28 ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന നല്ല ഒരു നേർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്, നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കുർബാന കാണുമ്പോൾ, നമ്മളൊരു ജപമാല ചൊല്ലുമ്പോൾ, അങ്ങനെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് 3 ഫലങ്ങളുണ്ടെന്നും, പ്രാർത്ഥനാഫലം, പരിഹാരഫലം, യോഗ്യതാഫലം, അങ്ങനെ 3 കാര്യങ്ങൾ, 3 ഫലങ്ങൾ ഒരു നല്ല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കുർബാന കണ്ടു. അപ്പോൾ അതിൻ്റെ യോഗ്യതാഫലമാണ് നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. ആ കുർബാന നമ്മൾ കണ്ടർപ്പിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി തീർന്നു. അങ്ങനെ ഒരു ഇഷ്ടപ്രസാദ ഫലം അല്ലെങ്കിൽ യോഗ്യതാഫലമുണ്ട്. അപ്പോൾ ഓരോ നന്മ പ്രവൃത്തിയുടെയും യോഗ്യതാഫലം നമുക്ക് തന്നെ നമ്മളത് പ്രാർത്ഥിക്കാവൂ. നമുക്ക് വേണം യോഗ്യതാഫലം. അതാർക്കും കടം കൊടുക്കാൻ പാടില്ല. അതായത് നമ്മളൊരു ഒരു കാര്യം ചെയ്തപ്പോൾ ആ ആൾക്ക് നമ്മളെ ഇഷ്ടമായി, ആ ഇഷ്ടം നമ്മൾ വേണ്ട മറ്റുള്ളവർക്ക് കൊടുത്തോ എന്ന് പറഞ്ഞാൽ അത് പാടില്ല. നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമായി നമ്മളെ, ആ ഇഷ്ടം നമുക്ക് തന്നെ വേണം. നമ്മളെ ഈശോ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെയോ സൽപ്രവൃത്തിയുടെയോ യോഗ്യതാഫലം, ആ പ്രവൃത്തി മൂലം നമുക്ക് കിട്ടുന്ന യോഗ്യതാഫലം അല്ലെങ്കിൽ ഇഷ്ടപ്രസാദ ഫലം, ദൈവത്തിൻ്റെ ഇഷ്ടം വരുന്ന ആ ഒരു ഫലം, ആ ഒരു അനുഗ്രഹം നമ്മൾ ആർക്കും കടം കൊടുക്കണ്ട. പിന്നെ 2 ഫലങ്ങളുണ്ട്, പ്രാർത്ഥനാഫലവും പരിഹാരഫലവും, ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ. അപ്പോൾ കുർബാന കണ്ടപ്പോൾ ദൈവത്തിന് ഇഷ്ടമായത് നമുക്ക് തന്നെ. ഇനി അതിൽ പ്രാർത്ഥനാഫലമുണ്ട്. ആ പ്രാർത്ഥനയിലൂടെ ആ ഫലം എടുത്ത് നമ്മൾ മറ്റുള്ളവരുടെ നിയോഗങ്ങളോ ഏത് കാര്യം നടക്കാൻ നമ്മൾ ആഗ്രഹിക്കണേ അത് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി അത് കാഴ്ചവെക്കാം. പിന്നെ അതിന് പരിഹാരഫലമുണ്ട്. ആ പ്രവൃത്തിക്ക് പരിഹാരഫലം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെയോ മറ്റുള്ള പാപികളുടെയോ ശുദ്ധീകരാത്മാക്കളുടെയോ പാപത്തിന് പരിഹാരം ചെയ്യാം. അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈ പരിഹാരഫലം കാഴ്ച കൊടുക്കാം. അപ്പോൾ പ്രാർത്ഥനാഫലവും പരിഹാരഫലവും കടം കൊടുക്കാം. ഇഷ്ടപ്രസാദ ഫലം അല്ലെങ്കിൽ യോഗ്യതാഫലം കടം കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു നല്ല കാര്യമാണ്, നമ്മളിപ്പോൾ സ്വയം സമ്പാദിച്ചിട്ടുള്ളതും നമ്മുടെ മരണത്തിൻ്റെ ശേഷം മറ്റുള്ളവർ നമുക്ക് തരാനിരിക്കുന്നതുമായിട്ടുള്ള പാപപരിഹാര ഫലം. ഒന്നുകൂടി പറയാം, നമ്മളിപ്പോൾ സ്വയം സമ്പാദിച്ചു കൂട്ടിയ പാപപരിഹാര ഫലവും, ഇനി നമ്മൾ മരിച്ച നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരൊക്കെ നമുക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കുമല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന പാപപരിഹാര ഫലം മുഴുവനും ഇപ്പോഴേ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് കാഴ്ച കൊടുത്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുക. അതാണ് അവരെ സഹായിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം, നേർച്ച. പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പരിഹാരഫലവും നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ പരിഹാരഫലവും ഇനി നമുക്ക് മരണത്തിന് ശേഷം കിട്ടാൻ പോണതും നമ്മുടെ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മ വഴി കാഴ്ചവെക്കണം. ഈ പ്രാർത്ഥന, ഈ നേർച്ചയെ മാർപ്പാപ്പന്മാർ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ദണ്ഡവിമോചനങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം സ്നേഹമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അവരോടുള്ള സ്നേഹത്തോടുകൂടെ, സ്നേഹം ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയത്, നമ്മൾ സമ്പാദിച്ചതും നമുക്ക് കിട്ടുന്നതും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണിത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ മതി, അത് മതി. പരിശുദ്ധ അമ്മ അതിലൂടെ എല്ലാം ചെയ്യും.
അപ്പോൾ പിന്നെ നമ്മൾ മറന്നാലും കുഴപ്പമില്ല. ഇത് ജീവിതാവസാനം വരെയും മരണത്തിന് ശേഷമുള്ള ഒരു പരിഹാരമാണ്. അപ്പോൾ നമ്മൾ മറന്നാലും ഇനി കുഴപ്പമില്ല. ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യും. നമ്മളങ്ങനെ സമർപ്പിച്ചാലും നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ സമർപ്പണം ഒന്ന് പുതുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു വീണ്ടും വീണ്ടും സമർപ്പണം പുതുക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ ഇഷ്ടമാവും. ഈ നേർച്ച സമർപ്പിക്കേണ്ട പ്രാർത്ഥന ഞാനിപ്പോൾ വായിക്കാം. ത്രിയേക സർവേശ്വര, അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ കണ്ടുപഠിക്കുന്നതിനും ദൈവമാതാവിന് പ്രിയപ്പെടുന്നതിനുമായി നല്ല മനസ്സോടെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായമായിട്ട് ഇപ്പോൾ എനിക്കുള്ളതും ഇനി എനിക്ക് ലഭിക്കാനിരിക്കുന്നതുമായ പരിഹാര ഫലത്തെയും എൻ്റെ മരണത്തിൻ്റെ ശേഷവും എനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പരിഹാര ഫലത്തെയും ദൈവമാതാവ് വഴിയായി അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഏകാധിപതിയായിരിക്കുന്ന സർവേശ്വര, എൻ്റെ ഈ നേർച്ചയെ എൻ്റെ ആത്മാവിന് പ്രയോജനമാകത്തക്ക വിധത്തിൽ സ്വീകരിച്ചു കൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഉപകാരികളും അങ്ങനെ കുറേ പേര് നമുക്ക് വേണ്ടി പല സൽകൃത്യങ്ങളും ചെയ്ത് നമുക്ക് പാപപരിഹാര ഫലമായിട്ട് നമുക്ക് കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ നമുക്ക് കടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ച് നൽകണം. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടവർ, നമ്മുടെ സ്വന്തം അമ്മ, അപ്പൻ, സഹോദരങ്ങൾ, അത് കുറേയധികം കടമുള്ളതാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യുക? ഏറ്റവും നല്ല നേർച്ചയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേർച്ച വെച്ചിട്ടുള്ള പുരോഹിതർ കുർബാന അർപ്പിക്കുമ്പോഴും അൽമേനികൾ കുർബാന കൈക്കൊള്ളുമ്പോഴും പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കും. മാർപ്പാപ്പന്മാരത് വാഗ്ദാനം തന്നിട്ടുണ്ട്. അതുപോലെ ചാവദോഷം കൂടാതെ തിങ്കളാഴ്ച കുർബാന കാണുന്നവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ട്. ഇതിന് മാർപ്പാപ്പയുടെ നിയോഗപ്രകാരമുള്ള പ്രാർത്ഥനയും ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് കാഴ്ചവെക്കണം. അതാണ് പ്രധാനം. വെറുതെ നമ്മളിങ്ങനെ ചെയ്ത് പോയിട്ട് അതിന് കാഴ്ചവെക്കാതിരുന്നാൽ ഫലമില്ല. അങ്ങനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നിയോഗത്തോടു കൂടെ കാഴ്ച കൊടുക്കണം. അപ്പോഴാണ് അത് ആ പോയിന്റിലേക്ക് തന്നെ കണക്കാക്കി വരവ് വയ്ക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇനി മുതൽ ഒരു നന്മ പ്രവൃത്തികളുടെയും ഫലങ്ങൾ നഷ്ടമാകാതെ ഈ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ ഞാൻ ചെയ്ത നന്മ പ്രവൃത്തിയുടെ ഇഷ്ടപ്രസാദ ഫലം എനിക്ക് തന്നെ വേണം. എൻ്റെ ഈശോ, എൻ്റെ ദൈവം ഇഷ്ടപ്പെടണം. പിന്നെ അതിൻ്റെ പ്രാർത്ഥനാഫലമുണ്ട്. അതിന് ഞാൻ ആരുടെയെങ്കിലും നിയോഗങ്ങൾ സാധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ പരിഹാര ഫലം ഇങ്ങനെ സമർപ്പിക്കാം. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടില്ല. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായി ആലോചിച്ച് പ്രാർത്ഥിക്കണം. ഓരോരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കണം. അപ്പോൾ മാതാവും ഈശോയും അവിടെ ഇരുന്ന് നോക്കും. എന്തൊരു സ്ട്രിക്റ്റായിട്ടാണ് ഏൽപ്പിച്ചേക്കുന്നത്. ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇന്നത്തെ ജപം. ഞങ്ങളുടെ സങ്കേതവും ആരോഗ്യവുമായിരിക്കുന്ന ഈശോ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗെത്സമേനിയിൽ വെച്ച് നിലത്തൊഴുകുക വരെയും സർവാംഗത്തിൽ നിന്ന് രക്തം വിയർത്ത് മഹാപീഡ അനുഭവിച്ചല്ലോ. അങ്ങേ വിലമതിച്ചു കൂടാത്ത തിരുരക്തത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തരണമേ. ആമീൻ. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയും 5 സ്വർഗ്ഗസ്ഥനായ പിതാവും. ഇന്നത്തെ സുഹൃതജപം. മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ, എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്ന് സൽക്രിയ ആത്മാക്കളെക്കുറിച്ച് 10 സ്വർഗ്ഗസ്ഥനായ 10 നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലണം. പ്രിയ കൂട്ടുകാരെ, ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
കാരണം നമ്മൾ ആത്മാവിൽ തന്നെ ഒരു ബോധ്യമില്ല. അത് കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടി അത് നമ്മൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുന്നു, കുറേ അശ്രദ്ധയോട് കൂടെ ചൊല്ലി, കുറേ ഉറങ്ങി ചൊല്ലി. അങ്ങനെയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടില്ല. ചെയ്യുന്നത് കൃത്യമായും ബോധ്യത്തോടു കൂടി ചെയ്യണം. കുറേ ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നത് ആദ്യത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയുള്ള ഒരു മനസ്സോടു കൂടെ വേണം പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ചെല്ലാനായിട്ട്. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ അസൂയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ, അവർക്ക് കുറേ കൃപകൾ കിട്ടുമ്പോൾ നമുക്കൊരു വിഷമം. എന്തോരം കൃപകളാണ് കിട്ടണേ, എന്തോരം അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ. മറ്റൊരാൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായി കഴിയുമ്പോൾ അവർക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടും, നമുക്ക് കിട്ടില്ല. ആ ഒരു ചിന്ത. അതുപോലെ ആത്മീയമായിട്ടുള്ള അസൂയകളുണ്ട്. കൃപകൾ ഇങ്ങനെ ഒരാൾക്ക് കിട്ടണ കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾക്ക് എന്തത് കിട്ടാത്ത കഴിഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത ചിന്ത വന്നു. അങ്ങനെ ഒരു ചിന്തയോട് കൂടെ അപ്പം മറ്റുള്ളവർ നന്നാവുമ്പോൾ നമുക്ക് വിഷമം. അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല, അവരെന്തോരം ദുഷ്ടത്തെ പ്രവർത്തിക്കണേ, എന്നിട്ട് എന്താ ഇങ്ങനെ. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നാൽ മതി, നമ്മുടെ പ്രാർത്ഥന യോഗ്യത ഇല്ലാതാകും. അതുകൊണ്ടാണ് പറയുന്നത് ഏത് ദണ്ഡവിമോചനം കിട്ടണമെങ്കിലും ശുദ്ധമായ ഹൃദയം വേണമെന്ന്. എളുപ്പമല്ല, എങ്കിലും നമ്മളങ്ങനെ പരിശ്രമിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എതിർചിന്തകളൊന്നും വരാതെ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ അപവാദങ്ങളോ ചതികളോ ചെയ്യാതെ, അതുപോലെ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ നമുക്കൊരു വിഷമം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കടുത്ത ബന്ധനത്തിലാണ് കേട്ടോ. മറ്റുള്ളവർക്ക് നന്മ, അത് ആത്മീയമായ നന്മയാണെങ്കിലും ഭൗതികമായ നന്മയാണെങ്കിലും, ആത്മീയമായ കൃപകൾ ഒരാളിങ്ങനെ കൃപകളിൽ വളരുമ്പോൾ ഇതെന്താ എനിക്ക് കിട്ടാത്ത, ഞാൻ എന്തോരം നന്മ പ്രവൃത്തികൾ ചെയ്യണത്, എനിക്കെന്തെങ്ങനെ കിട്ടാത്ത. അത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ് ഹൃദയത്തിൻ്റെ. അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കില്ല. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ശുദ്ധമായ മനസ്സോടുകൂടെ നമ്മൾ ഈ നിയോഗങ്ങൾ ചെയ്ത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്, ഇന്ന നിയോഗത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ വലിയ ഫലം കിട്ടും, വലിയ ഫലം. ഇന്ന് നമുക്ക് മരിയാസിമ്മയുടെ അടുത്ത് ഒരിക്കൽ ഒരു ശുദ്ധീകരാത്മാവിൻ്റെ വേഷം ധരിച്ചു വന്നവരും, അത് നമ്മൾ ഇന്നലെ കണ്ടു. ഇനി മനുഷ്യരുടെ, നമുക്ക് പരിചയമുള്ളവരുടെ വേഷം ധരിച്ച് സാത്താൻ വന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഇടവരും. ഞാൻ ഈ സംഭവം പറയാം. ഒരിക്കൽ ഈ മരിയാസിമ്മയുടെ ദേവാലയത്തിൽ പള്ളിയിൽ 9 മണിക്കൊരു ശവസംസ്കാരം നടത്താനുണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടവരൊക്കെ 7 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6:45 അവിടെ ആ ദിവസം മരിയ അവിടെ എത്തി. 7 മണിക്ക് കുർബാന സ്വീകരിക്കണമല്ലോ. പക്ഷെ ആരും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ വികാരിയച്ഛൻ പെട്ടെന്ന് വന്നിട്ട് സക്രാരിയുടെ മുമ്പിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ മുട്ടുകുത്തി വണങ്ങണമൊന്നുമില്ല സക്രാരീനെ. എന്നിട്ട് മരിയോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വാതിലങ്ങോട്ട് വലിച്ചടച്ച് സക്രാരീനെ വണങ്ങാണ്ട് അദ്ദേഹം പോയി പള്ളിയുടെ പുറത്തേക്ക്. അപ്പോൾ മരിയ വിചാരിച്ച് ഞങ്ങളുടെ വികാരിയച്ഛൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ, ഇതെന്താ അത് എന്ന് അങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പം മരിയോട് പറഞ്ഞല്ലോ വിശുദ്ധ കുർബാന ഇന്ന് സ്വീകരിക്കേണ്ട, നീ പൊക്കോളാൻ. അങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 മണിക്ക് 3 മിനിറ്റുള്ളൂ. ആ സമയത്ത് വീണ്ടും ആ വികാരിയച്ഛൻ വന്നു. എന്നിട്ട് സംഗീതത്തിലേക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങി ഒക്കെയാണ് അദ്ദേഹം പോണത്. അപ്പോൾ പുള്ളി വിചാരിച്ചു, ഇതിപ്പോൾ എന്തിനാ ഈ സമയത്ത് വന്നേക്കണേ, 7 മണിക്ക് മുമ്പ് വന്ന് കുർബാന സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പം അതിന് വേണ്ടിയാവോ വന്നത്. പക്ഷെ ആരും വേറെ വന്നിട്ടുമില്ല. ഇപ്പം ഞാനെന്താ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് സംഗീതത്തിലേക്ക് ചെന്ന് വാതിൽ മുട്ടി. അപ്പം അദ്ദേഹം വന്ന വശം ഇവൾ ചോദിച്ചു, എന്താ വികാരിച്ച ഇന്ന് എന്നോട് കുർബാന സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞത് എന്ന്. അപ്പം വികാരിച്ചൻ ചോദിച്ചു, ആര് പറഞ്ഞു? അപ്പം മരിയ പറഞ്ഞു, 10 മിനിറ്റ് മുമ്പ് അച്ഛൻ വന്നല്ലോ, എന്നിട്ട് പറഞ്ഞില്ലേ നീ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുമില്ല, നിന്നോടൊന്നും സംസാരിച്ചിട്ടുമില്ല എന്ന്. പിശാച് സൂത്രത്തിൽ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയതാവും എന്ന്. ഇങ്ങനെയും പിശാച് ചെയ്യും. അത് അത്രയ്ക്കും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇനി എൻ്റെ ഭർത്താവിൻ്റെ രൂപം ധരിച്ച് പിശാച് വരുമോ, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ രൂപം ധരിച്ച് പിശാച് വരുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ എന്നാലും നമ്മൾ കരുതിയിരിക്കണം. കാരണം ഇങ്ങനെ രൂപം ധരിച്ച് വരില്ലെങ്കിലും ഇതേ ആളുകളിൽ കൂടെ നമുക്ക് തെറ്റായ ബോധ്യങ്ങൾ തന്ന് നമ്മെ നല്ല പ്രവൃത്തികളിൽ നിന്ന് ബ്ലോക്ക് ചെയ്യിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവരിൽ കൂടെ പിശാചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം മരിയസ്മിക്ക് വന്ന പോലെ പിശാച് വേഷം ധരിച്ച് നമ്മുടെ ആളുകളായിട്ട് വരിക അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഈ നല്ല ആളുകളിൽ കൂടെ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ കൂടെ നമ്മളെ എപ്പോഴും അടിച്ചിരുത്തി നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യിക്കും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കാം ഇവരിൽ കൂടെ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. കാരണം ഇങ്ങനെ കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു എന്നേ ഉള്ളൂ. വ്യക്തികളിലൂടെ സാത്താൻ രൂപം ധരിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും, എന്താ ഇന്ന ആൾ ഇങ്ങനെ പറയണേ. ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള 1-2 സംഭവങ്ങൾ പറയാം. ഞാൻ പണ്ട് ഇങ്ങനെ വചനം പറയാനായിട്ട് നടക്കുന്നുണ്ട്. ധ്യാന ടീമുകളിൽ കൂടിയും ധ്യാനമായിട്ടും രൂപതയുടെ പ്രീച്ചറായിട്ടൊക്കെ. അന്നൊക്കെ എനിക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള 2 വ്യക്തികളുണ്ട്. അവർ ബാഹ്യമായിട്ട് എനിക്ക് സഹായം ചെയ്യും, അതൊക്കെ പറയുമെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്നെ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, പറയാൻ നടക്കുന്ന ദൈവവചനം പറഞ്ഞ് നടക്കുകയാണ്, ജോലി ചെയ്യുന്നില്ല, കർമ്മം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായി പീഡിപ്പിക്കും. എന്തിനാ വചനം പറയാൻ പോകുന്ന, ജോലി ചെയ്ത് കുടുംബം നോക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെടും. എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇതെന്താണിതെന്ന്. പിന്നീടാണ് ഈശോ പറഞ്ഞത്, നിന്നിൽ നിന്നും കൃപ ഉണ്ടെന്ന് സാത്താൻ മനസ്സിലാക്കിയിട്ട് നിനക്ക് വേണ്ടപ്പെട്ടവരിലൂടെ തന്നെ അവൻ പ്രവർത്തിക്കുന്നതാണിത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അവരെ നീ നോക്കുകയേ വേണ്ട, നീ ദൈവവചനം പറയാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ അവർ പറയുന്നത് ഒരിക്കലും കെയർ ചെയ്യാറില്ല. എത്രത്തോളം എന്നോട് വചനം പറയാൻ പോകണ്ടെന്ന് പറയുന്നു, എത്രത്തോളം ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിനപ്പോൾ എതിർപ്പ് വരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കും, ഇത് സാത്താനാണ് ഇവരെ കൂടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ അതിനേക്കാൾ ശക്തിയിൽ നന്മ പ്രവൃത്തികൾക്കും ദൈവവചനത്തിനായിട്ട് എൻ്റെ ജീവിതം മാറ്റിവെച്ചു. അത് ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെയുള്ള വ്യക്തികളോട് ഫൈറ്റ് ചെയ്യാണ്, ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെവിടെയെങ്കിലും പോയാൽ, ഒരിക്കൽ വേളാങ്കണ്ണിയിൽ പോയതിന് എനിക്ക് കുറേയേറെ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ഈ വ്യക്തികളിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കും ഒരു കൂട്ടർ. അങ്ങനെ അതവർ വിശ്വസിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത് ഈ വാക്കുകളുമായിട്ട് വരും, ഇനി പോവരുത്, അങ്ങനെയാണ്, മാനക്കേടാണ് എന്നൊക്കെ പറയും. നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും. അന്ന് ഞാൻ ഓർത്തു, ദൈവമേ, ഇത് എന്നെ സംബന്ധിക്കുന്നൊരു കാര്യമേ അല്ല പറയുന്നത്. പക്ഷേ ഇതെന്താ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക്? അന്നും കർത്താവ് പറഞ്ഞു, നിൻ്റെ പ്രഘോഷണം നിർത്താൻ അവൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തിയിലൂടെയാണ്, ഒട്ടും നീ ഇതിന് ശ്രദ്ധ കൊടുക്കരുത്. അങ്ങനെ ഞാൻ വീണ്ടും പ്രവർത്തനത്തിനായിട്ട് പോയി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ 26 വർഷമായിട്ട് എന്തെല്ലാം പ്രവർത്തികൾ നന്മ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
ഇവിടെ പ്രാർത്ഥന മുടക്കാൻ വേണ്ടി എന്തിന് പറയുന്നു, ഇവിടെ സാത്താനുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു ഒറ്റ പറച്ചിലിൽ വേണമെങ്കിൽ ഈ പ്രാർത്ഥന നിർത്തണം. കാരണം ഇവിടെ സാത്താനാണ് എന്ന് ഒരു ഹിൻഡ് കിട്ടിയാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നിന്ന് പോകുമല്ലോ. അതിന് സാത്താൻ എടുത്തിട്ടുള്ള ഒരു പ്രയോജനം തന്നെ, ഒരു പ്രവൃത്തിയാണിത് എന്ന് പിന്നീട് മനസ്സിലായി. ഈ സാത്താൻ എൻ്റെ മരണം വരെ ഇങ്ങനെ വ്യക്തികളിലൂടെ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എന്തിനാണെന്നോ, ഞാൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ എങ്ങനെയെങ്കിലും ബ്ലോക്കാക്കണം. അതിന് അനുവാദം ചോദിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ മാരക രോഗം തന്നെ വന്നത്. കാരണം ഈ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റരുത്. അതുകൊണ്ട് അവൻ വേഷം മാറി വന്നില്ലെങ്കിലും വ്യക്തികളുടെ ഉള്ളിലിരുന്ന് അവൻ ഇതുപോലെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവമേ ഇത് സാത്താനാണെങ്കിൽ ഇതെനിക്ക് മനസ്സിലാക്കി തരിക. ചില കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ, അപകടകരമായി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നല്ലതല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ പറയും നീ അങ്ങോട്ട് പോകണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കും. ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടമുണ്ടാകും. അതെങ്ങനെ തിരിച്ചറിയും? അതായത് നമ്മളൊരു നന്മ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ദൈവവചനം പറയാൻ പോകുന്നത് നല്ല പ്രവൃത്തി തന്നെയാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് പോയിൻ്റ് ചെയ്ത് വരുന്നതെന്ന് തോന്നിയാലും മനസ്സിലാക്കിക്കോ, അത് സാത്താനാണ്. ഇനി നമ്മൾ ഭൗതികമായിട്ടൊരു കാര്യം, ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള വ്യക്തികൾ വന്നിട്ട് പറയാണ്, ഈ ബിസിനസ് തുടങ്ങണ്ട കേട്ടോ, ഇത് ഭയങ്കര ചതിയാണ്, ഇതിൽ ഭയങ്കര ചതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് സാത്താനല്ല, അത് അവരിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ്. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ചതിയിൽ പെട്ടവരായിരിക്കാം അവർ, അല്ലെങ്കിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യരുത്, നമ്മളത് മനസ്സിൽ വാക്കെടുക്കണം, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. അങ്ങനെ നമ്മൾ വിവേചിച്ചറിയണം. ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യം, ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും നമുക്കെതിരെ പറയുക. അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കാം, ഇല്ല ഇത് ഞാൻ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇവരിൽ നിന്ന് ഈ വാക്ക് വരുന്നത് സാത്താനാണ്. ഇവരിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് അവരറിഞ്ഞിട്ടില്ല, സാത്താനാണ്. അവരുടെ ഉള്ളിൽ പിശാചിൻ്റെ ഒരു ഇരിപ്പിടമുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം അവരിൽ ഏതെങ്കിലും ഒരു ഉണ്ടായിരിക്കും. അവർക്ക് അഹങ്കാരം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദ്രവ്യാസക്തി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറയുന്ന നാവായിരിക്കാം. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ സാത്താൻ ഇരിക്കും. അങ്ങനെ ആ സാത്താൻ പ്രവർത്തിച്ചു തുടങ്ങും. ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും, ആ ആളും വിചാരിക്കും ഇത് ഉപദേശമല്ലേ എന്ന്, ഉപദേശിക്കുന്നതല്ലേ. പക്ഷെ ഉപദേശിക്കുന്നതല്ല, അത് സാത്താനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ എളിമയിലാണോ, നമ്മൾക്ക് വിവേകം വേണം, ജ്ഞാനം വേണം, എളിമ വേണം. നമ്മളിൽ എളിമയില്ലെങ്കിൽ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ പൈശാചികമായിരിക്കും. അഹങ്കാരികളുടെ ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കണം, മറ്റുള്ളവരെ വിധിക്കുമ്പോഴും നമ്മളിൽ നിന്ന് ഇങ്ങനൊരു ഉപദേശം പറയുമ്പോൾ ഇത് ഞാൻ പറയണോ, ഇത് എന്നിൽ നിന്ന് വരുന്നത് സാത്താനാണോ പരിശുദ്ധാത്മാവാണോ? മറ്റുള്ളവരുടെ നന്മ ഇഷ്ടപ്പെടാതെ മറ്റുള്ളവരെ ജനം അംഗീകരിക്കുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന സാത്താൻ ഇരിക്കപ്പെടുത്തിയില്ല. അപ്പം അവൻ ആ വ്യക്തികളിലൂടെ ഇങ്ങനെ തളർത്താനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇതിൽ നിന്നും നമ്മൾക്ക് തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മൾ എളിമയിലായിരിക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ വന്നും പിശാച് നമ്മെ കുർബാനയിൽ നിന്നൊക്കെ അകറ്റും. കുർബാനയിൽ നിന്ന് അകറ്റാൻ എൻ്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നടന്നിട്ടുണ്ട്, പല പരീക്ഷണങ്ങളും. അതൊന്നും പറഞ്ഞാൽ തീരില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോകരുത്, അതിനു വേണ്ടി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ദൈവവചനം ഞാൻ പറയാൻ പാടില്ല. അതിന് എന്നെ തകർക്കാനായിട്ട് ഇന്നും എനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ വളരെ മൂർച്ചയേറിയ ആയുധങ്ങളാണ് സാത്താൻ ഉപയോഗിക്കുന്നത്. കുറേ അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഈ നിലയായില്ലേ, അത് സ്വഭാവ ഗുണം കൊണ്ടാ, കണ്ടില്ലേ, ഇനിയെങ്കിലും മിണ്ടാണ്ടിരുന്നൂടെ, കപടതയാ, ഇങ്ങനെയാ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതെന്ന് കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിനെ ഇടിപ്പിച്ച്
നമുക്ക് പ്രാർത്ഥനയിൽ നിന്ന് ഇനി ഈ പ്രാർത്ഥനയൊന്നും വേണ്ട, ഇങ്ങനെയല്ലേ പ്രാർത്ഥിച്ചിട്ടായത്. ഇങ്ങനത്തെ ചിന്തകൾ സാധാരണ ജനങ്ങൾക്ക് അവൻ കൊടുത്തുകൊണ്ടിരിക്കും. അവരതിൽ നിന്ന് ജയിക്കില്ല. കാരണം വലിയ രോഗപീഠയാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര സാമ്പത്തിക തകർച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെയാകണമെന്ന്. പക്ഷേ ഇവർക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ ലൈഫ് തകർന്ന സമയത്താണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയത്. അന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഈവൻ സമർപ്പിതർ വരെ വന്നിട്ട് പറയും, ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും പിശാച് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാത്ത സമയത്താണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇടുത്തി വന്നിട്ടുള്ളത്. ഞാൻ അന്ന് പ്രാർത്ഥനയേ ഇല്ല. ഇവിടെ എൻ്റെ ജീവിതത്തിലും അധികം പ്രാർത്ഥനയില്ല. സാധാരണ ഒരു ജപമാല ചൊല്ലും, കുടുംബ പ്രാർത്ഥന ചൊല്ലി കിടന്നുറങ്ങുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇതുപോലൊരു സഹനത്തിൽ കൂടെ കടന്നുപോയത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ വീഴാറില്ല, ഈ പ്രലോഭനത്തിൽ. എന്നെ ആര് എന്ത് ഇപ്പം പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഞാനിതിൽ തളർന്ന് വീഴില്ല. കാരണം അവർക്കൊന്നും അറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാത്ത സമയത്താണ് എനിക്ക് എൻ്റെ ജീവിതം കർത്താവ് വെട്ടിമാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന സാത്താൻ്റെ ആക്രമണങ്ങളിലൊന്നും ഞാൻ വീഴാൻ പോണില്ല. ഞാനിങ്ങനെ എന്നോട് ഉപദേശിച്ച് പറഞ്ഞു വരുന്നവരോട് ഞാൻ പറയും, നിനക്കറിയോ ഞാൻ എങ്ങനെ ഈ പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നതെന്ന്? ഇല്ല. അന്ന് മിണ്ടാതിരുന്നോ. ഞാൻ ഒട്ടും പ്രാർത്ഥിക്കാത്ത അടിപൊളിയെ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം എൻ്റെ ജീവിതം വെട്ടിയിട്ട് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതും ആത്മഹത്യയുടെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥനയിലേക്ക് വരുന്നതും. അല്ലാതെ പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷമല്ല എനിക്ക് തകർച്ചകളുണ്ടായിട്ടുള്ളത് എന്ന്. എനിക്ക് തോന്നുകയാണ്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അത് നന്മയ്ക്കാണ്. നമ്മളെ ഉരുക്കി എടുക്കും. ഇന്ന് ഒരു പേടിയോ ഭയമോ ഇല്ലാതെ ലോകത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ, ഇന്നലെ കൂടി ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, എങ്ങനെ ചേച്ചി ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതെന്ന് ഒരു സമർപ്പിതൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് സഹനത്തിൻ്റെ ഫലമാണ് അച്ചോ, സഹനത്തിൻ്റെ ഫലം. സഹിപ്പിച്ചു എന്നെ ഉരുക്കി എടുത്തപ്പോൾ ഈ ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സാത്താൻ എൻ്റെ അടുത്ത് അധികം പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ? തമ്പുരാൻ്റെ കരുണയുള്ളത് കൊണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ കരുണ, പരിശുദ്ധ അമ്മയുടെ കരുണയുള്ളത് കൊണ്ട് സാത്താൻ ഇതുപോലെ ചിന്തകളിലൂടെ എന്നെ പിടിക്കാൻ പറ്റില്ല. ശരീരം കൊണ്ട് പിടിക്കും, ജോബിനെ പിടിച്ചതുപോലെ. അപ്പം നമ്മളെപ്പോഴും, ഞാൻ ഈ കാര്യം നിങ്ങളോട് ഇത്ര ഓപ്പണായി പറയുന്നത്, നിങ്ങളെപ്പോഴും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവെയറായിട്ടിരിക്കണം. എപ്പോഴാണ് ഇവൻ എങ്ങനെയാണ് നമ്മുടെ വേണ്ടപ്പെട്ട വ്യക്തികളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വരും. അപ്പോൾ നമ്മൾ നന്മയാണോ അത് തിന്മയാണോ എന്ന് അറിയണം. ചിലരുണ്ട് കുറേ പ്രാർത്ഥിക്കും, കപട പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ വേണ്ടപ്പെട്ടവർ വന്നിട്ട് പറയും, നീ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, നീ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നത് വേറെയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ശരിയാണല്ലോ, എൻ്റെ പേരിൽ തെറ്റുണ്ടോ. നമ്മൾ ഒന്ന് പറഞ്ഞ് പ്രഘോഷിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണെങ്കിൽ തെറ്റുണ്ട്, അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ തെറ്റ് തിരുത്തന്നെ വേണം. തിരുത്തലുകൾ വരുന്നത് ദൈവാത്മാവിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ മരിയ സിമ്മ ഈ പുരോഹിതൻ കുർബാനയ്ക്ക് കുർബാന സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇറങ്ങി പോകുന്നില്ല. എന്തായാലും ആരിൽ നിന്നായാലും ഇങ്ങനൊരു ഉപദേശം കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ സന്നിധിയിൽ ഇരുന്നു. ദൈവമേ, എനിക്ക് വെളിപ്പെടുത്തി തരണേ, ഞാനിങ്ങനെ കുർബാന സ്വീകരിക്കേണ്ട എന്ന് വികാരിച്ചമെന്ന് പറഞ്ഞല്ലോ, ഞാൻ എന്ന് നിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഇതെന്താണ്? ആ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് വികാരിയച്ഛൻ വന്നു. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം, ഇത് ദൈവാത്മാവാണോ അതോ സാത്താൻ്റെ ആത്മാവാണോ എന്നോട് പറയുന്നത്? അപ്പോൾ നമുക്ക് ദൈവം തിരിച്ചറിവ് തരും, ഇത് സാത്താനാണ്, ഇത് ദൈവാത്മാവാണ്. അപ്പോൾ നമ്മളതുപോലെ ചെയ്യണം. അതുപോലെ പനി വരുത്തും. ഇപ്പോൾ മരിയ പറയാണ്, ഒരിക്കൽ 104 ഡിഗ്രി പനി വരുത്തി. എന്തിനാണെന്നറിയോ? ഒരു നല്ല പ്രഘോഷണം നടത്താനിരിക്കുക. അപ്പോൾ അതിനവനെ തടസ്സപ്പെടുത്തണം. അങ്ങനെ പനി പിടിച്ചപ്പോൾ മരിയ പറഞ്ഞു അത്രേ, ആ പനി പിടിച്ചെങ്കിൽ പിടിക്കട്ടെ,
അതൊക്കെ ഞാൻ അവഗണിച്ചു. എന്നിട്ട് ഞാൻ എന്തായാലും പ്രസംഗിക്കും. അങ്ങനെ പോയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ വാക്ക് പറഞ്ഞോടുകൂടി പനി മാറി. കാരണം അവന് മനസ്സിലായി ഈ പനിയോണ്ട് ഇവള് പിന്മാറില്ല എന്ന്. ഇതുപോലെയാണ് സാത്താൻ പ്രവർത്തിക്കുക. എന്നാൽ നമ്മുടെ നല്ല ജീവിതം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ശുദ്ധ നിയോഗമാണെങ്കിൽ, കാവൽ മാലാഖ വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മുടെ അടുത്ത് വന്ന് ഈ സാത്താനെ വെട്ടി ഓടിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല ജീവിതം നയിക്കണം. നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം. വെറുപ്പില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, കോപമില്ല, നീരസമില്ല, ഇങ്ങനെയായിരിക്കണം. അപ്പോൾ സാത്താനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. സാത്താനെ ഓടിപ്പിക്കാൻ മാലാഖ വരികയും ചെയ്യും. വെളിപാട് 21:27 അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിന് ആവശ്യമായ പരിപൂർണ വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈ വചനം പറയുമ്പോൾ ശുദ്ധീകരണ അവസ്ഥയിൽ വിശ്വസിക്കാതിരിക്കുന്നവർ ഒരു വിസ്മയമായി തന്നെ നമുക്ക് തോന്നും. അല്പ അശുദ്ധിയോടുകൂടെ പോലും സ്വർഗപ്രവേശനം പറ്റാത്തത് കൊണ്ട് ശുദ്ധീകരണ സ്ഥലമില്ലെങ്കിൽ അനേകർ നശിച്ചു പോയേനെ. ലൂക്കായുടെ സുവിശേഷം 23:43 യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. നല്ല കള്ളൻ അവസാന നിമിഷം മാനസാന്തരപ്പെട്ടു. ഇന്ന് നീ പർദീസയിലായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് പ്രൊട്ടസ്റ്റൻ്റുകാർ വാദിക്കുന്നുണ്ട്. മരണത്തോടെ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതിലേക്ക് പ്രവേശിക്കും. ശുദ്ധീകരണ സ്ഥലം ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഒരു കാര്യമുണ്ട്. ഒന്നാമതായിട്ട് സ്വർഗവും പർദീസയും ഒന്നല്ല എന്ന് അഭിപ്രായപ്പെടുന്ന പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അവരുടെ അഭിപ്രായപ്രകാരം പർദീസ എന്ന് യേശു പറയുമ്പോൾ സ്വർഗത്തെയല്ല ഉദ്ദേശിക്കുന്നത്. അത് ഹീബ്രു ഭാഷയിലെ ഷിയോളാണ്. 2-ാം നൂറ്റാണ്ടിലെ പ്രഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ഇരനെവൂസ് സ്വർഗവും പർദീസയും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണ യോഗ്യത നേടിയവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ, ബാക്കിയുള്ളവർ പർദീസ ആസ്വദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിജൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹവും ഈ വ്യത്യാസം പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നീതിമാന്മാരുടെ ആത്മാക്കളെ തയ്യാറാക്കുന്ന സ്ഥലമാണ് പർദീസ എന്നാണ് ഒരിജൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പർദീസയിലേക്ക് ദൈവം ആ ആത്മാവിനെ കൊണ്ടുപോയത് കരുണ കൊണ്ടാണ്. അതായത് ഷിയോളിലേക്ക്. അവന് ശുദ്ധീകരണ സ്ഥലം പോലും കിട്ടേണ്ട ഒരു യോഗ്യത ഇല്ലായിരുന്നു. അവസാനം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം പർദീസയിലേക്ക് കൊണ്ടുപോയത് അവനെ ശുദ്ധീകരിക്കാനാണ്. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതിലൊരു വ്യത്യാസമുണ്ട് ട്രാൻസ്ലേഷനിൽ. അതായത് യേശു പറയുന്നുണ്ട്, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന്. അത് ആ വാക്കുകൾ ഒരു കോമ ഇട്ടിട്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഐ സേ ടു യു ടുഡേ. അതായത് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, അതായത് ഇപ്പം ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പർദീസയിൽ ആയിരിക്കും. ഇന്ന് ഞാൻ നിനക്ക് വാഗ്ദാനം തരുന്നു, നീ എന്നോട് കൂടെ പർദീസയിലാണ് ആയിരിക്കും എന്ന്. ഇന്ന് വാഗ്ദാനമാണ് കൊടുത്തത്. യേശുവിൻ്റെ കൂടെ പർദീസയിൽ അവൻ ഉണ്ടായിരിക്കും. അതായത് യേശു മരിച്ച ഉടനെ സ്വർഗത്തിൽ കയറിയില്ലല്ലോ, 40 ദിവസം ഇവിടെയല്ലായിരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്ന് പറയുന്നത് അല്ലല്ലോ ശരി. അത് ഓരോ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ള ഒരു അപാകതയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതൊന്നും ഞാനല്ല പറയുന്നത്, ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ ഈശോ മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കള്ളനും എവിടേക്കാവില്ല പോയത്?
യേശു പറഞ്ഞ പർദീസയിൽ തന്നെയായിരിക്കും അവനും പോയത്, അതായത് ഷിയോൾ. അവിടേക്കാണ് ഈശോ ഇറങ്ങിയത്, പാതാളത്തിലിറങ്ങി എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ശുദ്ധീകരണത്തിനുള്ള അവസരം അവന് കൊടുത്തു. എന്നിട്ട് യേശു പിന്നീട് അവനെ പർദീസായിൽ സ്വീകരിച്ചു. പർദീസ എന്ന് പറഞ്ഞാൽ അത് ഷിയോളാണ്. അവിടെ അവന് ശുദ്ധീകരണത്തിനുള്ള കരുണ കൊടുത്തു. എന്നിട്ട് സമയമായപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന എല്ലാ ആശയങ്ങൾ സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഒരു കാര്യം പല വചനങ്ങളും ഇപ്പോൾ നമ്മൾ വായിച്ചു മനസ്സിലാക്കി. അതിലൊക്കെ പറയുന്നത് ശുദ്ധീകരണം ആവശ്യമാണ് എന്നാണ്. ദൈവം നമ്മെ കൂടുതലായിട്ട് ബോധ്യങ്ങളിലേക്ക് വരാൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നുള്ളത് സത്യമാണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ശുദ്ധി വരത്തന്നെ വേണം. അല്ലാതെ മരിച്ച ഉടനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു നമുക്ക് ഉടനെ നേരിട്ട് പിതാപുത്ര പവിത്രാത്മൻ ഇരിക്കുന്നതിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാൻ പറ്റുന്ന ആരും വിചാരിക്കേണ്ട എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ അതൊരു നീതിയല്ലല്ലോ. ഇവിടെ കുറേ പാപങ്ങൾ ചെയ്തിട്ട് അടിച്ച് പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം മാനസാന്തരപ്പെട്ടു, ഈശോ ബലിയർപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇപ്പോൾ പാപം ചെയ്യാതെ ഇരിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ലല്ലോ. അതുകൊണ്ട് പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. എളിമയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.